ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പൊ ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ പണിയാണെന്ന്. നമ്മൾ ഇത്ര കാലമായി അത് പണിയാൻ പറ്റിയ കോൺട്രാക്ടർ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്ര കാലം വെയിറ്റ് ചെയ്തത്. ഇപ്പൊ ഇന്ന് എന്തായാലും അത് പണി ചെയ്തിട്ട് തന്നെ കാര്യമുള്ള ഗൈസ്. ഒരു അരമണിക്കൂറിന്റെ പരിപാടിയുള്ള പണിയാന്. അപ്പൊ അതിന് പറ്റിയൊരു കോൺട്രാക്ടറിനെ നമുക്ക് കിട്ടണം. ഇപ്പൊ ഇവിടെ നമ്മളെ വീടിന്റെ ഇവിടെ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പറ്റില്ല. നമുക്ക് അപ്പുറത്ത് ഞാൻ കുറച്ച് പറമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളെ വീടിന്റെ നേരെ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന പറമ്പുണ്ടല്ലോ, അവിടുന്ന് കുറച്ച് ഭാഗം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ എന്നിട്ട് ഈ ഒരു ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ പണിയാൻ പോണത്. നമുക്ക് എന്തായാലും ഇതിന് പറ്റിയൊരു കോൺട്രാക്ടറിനെ പോയി നോക്കണം. നമ്മളെ ഗ്രീൻ ഡിഫൻഡർ ഇവിടെ എടുക്കുന്നുണ്ട്. ഈ ഡിഫൻഡറിന് ഈ കളർ രസമുണ്ടോ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. രസമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം ഗൈസ് ഇതിന്റെ കളറ്. പിന്നെ ഡിഫൻഡർ വാങ്ങിക്കുന്ന വീഡിയോ വാങ്ങിച്ചോന്നല്ല, ഞാൻ അടിച്ചു മാറ്റി കൊടുക്കുന്നതാണ്. ഇപ്പൊ ഇത് അടിച്ചു മാറ്റി കൊണ്ടുവരുന്ന വീഡിയോ കാണാത്തവരെ കാണാം. ഞാൻ അവിടെ ഐക്കാടി കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഒരു കോൺട്രാക്ടറിനെ തപ്പി പോയോക്കാം. അവിടെ വില്ലേജിന്റെ അവിടെ ഒരു കോൺട്രാക്ടർ ഉണ്ട് പറഞ്ഞിരുന്നു ഈ ഒരു ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ പണിയാൻ പറ്റിയ. അപ്പൊ ആളെടുത്ത് പോയി നമുക്ക് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പണിയാൻ പറ്റുമെന്ന് നോക്കേണ്ടി വരും. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. അപ്പൊ അവിടേക്ക് എത്ര നേരം കൊണ്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 50K ആണ് നമ്മളെ ഫാം. ഏകദേശം 50K അടിക്കാനായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്കും കൂടി അടിച്ചേക്ക്. ലൈക്ക് ടാർഗറ്റ് ഒരു 30 വെക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ വില്ലേജിലോട്ടൊന്ന് പോയി നോക്കി നോക്കാം. A few moments later. ഓക്കെ, നമ്മളിവിടെ വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെ കൊണ്ടാണ് ആളെ വീട്? ഓക്കെ, ലാസ്റ്റ് കാണുന്ന മഞ്ഞ വീടാണ് ആള് പറഞ്ഞത്. ഞാൻ അവരോട് ഇവിടെ അടുത്തുള്ളവരോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പണി തുടങ്ങി ഇന്ന് തന്നെ പണി കൊണ്ട് തീർക്കാം ഗൈസ് ട്രീ ഹൗസിന്റെ. ഓക്കെ, നമ്മളെ വണ്ടി എന്തായാലും ഓക്കെ ഇങ്ങനെ ഇരുന്നോട്ടെ. എന്തായാലും നമുക്ക് നേരെ ആള് വീട്ടിലുണ്ടോന്ന് പോയി നോക്കിയേക്കാം. ഗൈസ്, ഇവിടെ ആളെ കാണാലോ. ആള് പുറത്തേക്ക് പോയിരിക്കാന്നാ പറഞ്ഞത്. ഇനി എപ്പോ വരാനാണാവോ? ഇവിടെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളോന്നാ പറഞ്ഞു. എവിടേക്ക് പോകാനാന്ന് അറിയില്ല. വീട്ടിൽ ചോദിച്ചപ്പോ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളോന്നാ പറഞ്ഞത്. ഓ, അതാ പോണ്. അതേ കൂടെ പോകുന്നുണ്ട്. ആളാണാവോ എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ആളോട് പോയി ചോദിച്ചു നോക്കാം. ഗൈസ്, ഇയാൾ തന്നെയാണ്. നമുക്ക് എന്തായാലും പോയി ചോദിച്ചു നോക്കാം. പിന്നെ ചേട്ടന് ഈ ട്രീ ഹൗസിന്റെ കോൺട്രാക്ട് വർക്കൊക്കെ എടുക്കൂലേ? ഞാൻ എടുക്കോളാം. അത് പിന്നെ നമുക്കൊരു ട്രീ ഹൗസ് പണിയേണ്ടിയിരുന്നു. ട്രീ ഹൗസ് മോഡലാ വേണ്ടിയത്? മോഡലൊന്നും എനിക്കറിയില്ല. ചേട്ടനക്ക് ഇഷ്ടമുള്ള ഒരു മോഡലാണ്ട് പണി തന്നാ മതി. എന്തായാലും ഇന്നക്കലേക്ക് അതിന് പണി തീർക്കണം. നമുക്ക് സെറ്റ് ആക്കാം. പിന്നെ ഞാൻ എന്തായാലും ഇപ്പൊ പോയിട്ട് നിന്റെ വീട്ടിലോട്ട് വരാം. നിന്റെ വീട് എവിടെയാണ്? എന്റെ വീട് മറ്റേ പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ ആ ഭാഗത്തായിട്ടാണ്. ആ ഭാഗത്ത് ഒരു വലിയൊരു വീടില്ലേ, ആ വീടാണ് എന്റേത്. ഓക്കെ, അവിടേക്ക് ഞാൻ മരങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് അങ്ങോട്ടേക്ക് കുറച്ചു കൂടെ കഴിഞ്ഞിട്ട് വരാം. എനിക്കിപ്പോ കല്യാണത്തിന് പോകാണ്ടായി കൊണ്ട് നടന്നുകൊണ്ട് എത്താനാ പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ അയ്യോ ഗൈസ്, പൈസ ചോദിക്കാൻ മറന്നു. 30 രൂപന്ന്. അത് കുഴപ്പമില്ല. ആള് നമ്മളെ വീട്ടിലേക്ക് പണിയാൻ വരുമല്ലോ, അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാ. ആള് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് മരങ്ങളൊക്കെ ആയിട്ട് വരാന്നാ പറഞ്ഞത്. ആൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഉണ്ടാക്കട്ടെ ഗൈസ് നമ്മളെ ട്രീ ഹൗസ്. നമുക്ക് നേരെ വീട്ടിലോട്ട് വണ്ടിയിട്ട് കത്തിച്ചങ്ങോട്ട് വിടാം. പിന്നെ ഈ വണ്ടി നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, നല്ല സ്പീഡിലുള്ള ഒരു വണ്ടി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഡിഫൻഡർ. എനിക്ക് റോട്ടിൽ കൂടെ പോകാൻ സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പറമ്പിൽ കൂടെ എടുത്ത് പോണത്. എന്നാലും ഇതിന്റെ സ്പീഡ് കാണിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വല്ല ബിൽഡിങ്ങിലോട്ടം പോയി ഇടിച്ച് കയറ്റും വണ്ടി. ഓക്കെ, നമ്മള് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഡിഫൻഡർ വീടിന്റെ ഫ്രണ്ടിലോട്ട് വണ്ടി കയറ്റിടാം. അല്ലേ ശരിയാവൂല ഗൈസ്, ഇവിടെ മൊത്തം കള്ളന്മാരാണ്. ഈ വണ്ടി പോയാ പോയി. അത്യാവശ്യം വിലയുള്ള ഒരു വണ്ടിയാണ് ഗൈസ്, കോടികളോളം വിലയുള്ള വണ്ടിയാണ്. അത് ഞാൻ പൈസ മുടക്കി വാങ്ങിച്ചോന്നല്ല, വേറെ ആരോ വാങ്ങിച്ച് ഞാൻ അടിച്ചു മാറ്റി കൊടുന്ന്. അതൊക്കെ അത്ര ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും അവര് മരങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. A few moments later. ഗൈസ്, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ട്രീ ഹൗസിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആള് മരങ്ങൾ കൊടുന്ന് ഇന്ത്യക്ക് ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്ക് ഓർമ്മയുള്ള ഗൈസ്. പിന്നെ ഇജാതി ലുക്കിനാണ് നമുക്ക് നമ്മുടെ ട്രീ ഹൗസ് കിട്ടിയത്. എനിക്കെന്തായാലും ട്രീ ഹൗസ് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞങ്ങൾക്ക് റേറ്റിംഗ് ചെയ്യാൻ തരാം. 10ൽ 10 കൊടുക്കാൻ പറ്റും ഗൈസ് ഈ ഒരു ട്രീ ഹൗസിന്. 10ൽ എത്ര തരും ഗൈസ് നിങ്ങൾ ഈ ട്രീ ഹൗസിന്റെ റേറ്റിംഗ്? 10ൽ എത്രയെന്ന് നിങ്ങൾ താഴ്ന്ന് കമന്റ് ചെയ്തേക്ക്. ഓക്കെ, നല്ല രസമുണ്ടല്ലേ കാണാൻ? ഈ മരങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് ഈ ഒരു ട്രീ ഹൗസ് കാണാന്. എല്ലാ ട്രീ ഹൗസിനായിട്ട് ഒരു വ്യത്യസ്തപ്പെട്ട ഒരു ട്രീ ഹൗസ് ആണ് ഗൈസ് ട്രീ ഹൗസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ട്രീ ഹൗസിന്റെ ഉള്ളിലോട്ട് കയറിയൊക്കെ എൻട്രൻസ് തന്നെ സീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് കിടക്കാൻ വേണ്ടി ഒരു ബെഡും പിന്നെ അപ്പുറത്തെ ഒരു അൽമാരയും പിന്നെ ഇവിടെ വേസ്റ്റ് ഒക്കെ ഇടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു പോരായ്മ എന്താ വെച്ചാൽ മേലെ ഇതിന് റൂഫില്ല ഗൈസ്. മഴയത്തൊക്കെ നമ്മളിവിടെ ചില്ല് ചെയ്യാൻ വരുമ്പോ റൂഫിലാണ്ട് മഴക്കുള്ളിൽ കൊള്ളൂലേ. തന്നെ ആളെ ഒന്നും കൂടി വിളിച്ചു കൊടുത്തിട്ട് മേലെ ഒന്ന് എങ്ങനെ ഒരു റൂഫ് സെറ്റ് ആക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്. മഴയത്തൊന്നും വന്നിരിക്കാൻ പറ്റില്ല നമുക്ക് ഈ ഒരു ട്രീ ഹൗസിന്റെ ഉള്ളില്. അപ്പൊ ട്രീ ഹൗസ് എങ്ങനെയുണ്ട് ഗൈസ്? എൻട്രൻസ് ഒക്കെ വേറെ ലെവലാണ് ആക്കിയിട്ടുള്ളത് ആള്. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 50K ആണ് നമ്മളെ ഫാം. നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ 50K അടിക്കും. അപ്പൊ ഈ വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്കും കൂടി അടിച്ചേക്ക്. ലൈക്ക് ടാർഗറ്റ് ഒരു 30 ആണ്. അപ്പൊ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.